ഒരുമനയൂർ പഞ്ചായത്ത് പരിധിയിലെ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ദേശീയപാത ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സംയുക്തമായി യോഗം ചേർന്നു. യോഗത്തിനു ശേഷം ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘം പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. സർവീസ് റോഡ് ഇല്ലാത്തതും മഴ പെയ്താൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഭീഷണിയും സംബന്ധിച്ച് സർക്കിൾ ലൈവ് ന്യൂസ് നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു യോഗവും സന്ദർശനവും. ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ, വൈസ് പ്രസിഡന്റ് നഷ്റ മുഹമ്മദ്, മെമ്പർമാരായ RS ഷക്കീർ, ആരിഫ ജുഫൈർ, സിന്ധു അശോകൻ, സ്വാതി നിഖിൽ, പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കൊമ്മേരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളമൊഴുകിപ്പോകാനുള്ള സ്വാഭാവിക സംവിധാനങ്ങൾ തടസ്സപ്പെട്ടതോടെ വില്യംസ് നാഷണൽ ഹുദ സ്കൂൾ, IDC സ്കൂൾ പ്രദേശങ്ങളിൽ ഗുരുതരമായ വെള്ളക്കെട്ട് ഭീഷണിയാണ് നിലനിൽക്കുന്നത്. നിലവിൽ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം നടത്തിയിട്ടുണ്ട്. ഈ മാസം 15-നുള്ളിൽ തന്നെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുമെന്നും കാന സർവീസ് റോഡ് പ്രശ്നമുൾപ്പെടെ വൈകാതെ പരിഹരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ പറഞ്ഞു. നമ്മുടെ ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പല സ്ഥലങ്ങളിലും നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സ്ഥലങ്ങളിലും ഈ വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യത്തിൽ നമ്മൾ ഇതിന് 2 മാസം മുന്നേ തന്നെ ഹൈവേ അതോറിറ്റിക്ക് ഇതിന്റെ പരാതിയെല്ലാം കൊടുത്തിരുന്നു. അപ്പോൾ അവർ വന്നു നോക്കി. പക്ഷെ ഈ അടുത്തുണ്ടായ മഴയിൽ പല സ്ഥലത്തും വെള്ളക്കെട്ടുണ്ടായി. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഹൈവേയുടെ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അവരുടെ ഉദ്യോഗസ്ഥർ പഞ്ചായത്തിൽ വരികയും പഞ്ചായത്ത് ബോർഡ് അംഗങ്ങൾ എല്ലാവരും കൂടി അതാത് വാർഡിലെ പ്രശ്നങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ഈ വില്യംസ്, നമ്മളെ നാഷണൽ ഹുദ, IDC ആ ഭാഗങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാണ്. അപ്പോൾ അവർ പറഞ്ഞത് പ്രകാരം നമ്മൾ ഇവിടെ നിന്ന് എല്ലാ മെമ്പർമാരും മറ്റ് ഉദ്യോഗസ്ഥരും കൂടി അവിടെ സന്ദർശിക്കുകയും അവർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അവിടെ താൽക്കാലികമായിട്ടാണ് ഈ വെള്ളം പോകാനുള്ളത് ചെയ്തിട്ടുള്ളത്. ഈ മാസം 15-ാം തീയതിക്കുള്ളിൽ ആ താൽക്കാലികം മാറ്റി പഴയ രീതിയിൽ എങ്ങനെയാണോ വെള്ളം പോകുന്നത് ആ രീതിയിലേക്ക് അത് ചെയ്യുകയും മറ്റു കാണകളും സർവീസ് റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെല്ലാം 15-20-ാം തീയതിക്കുള്ളിലെല്ലാം തീർത്ത് തരാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവർ ഇവിടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ വിഷയങ്ങളും അവർ പരിഹരിച്ച് തരാം എന്നാണ് ഉറപ്പ് തന്നിട്ടുള്ളത്. 15 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് ആവശ്യപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ഹൈവേ അധികൃതരും ഉറപ്പു നൽകിയിട്ടുണ്ട്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.